വിനയാന്വിതനായ കുരങ്ങൻ രാജാവ്. വളരെ കാലം മുൻപ് കാട്ടിൽ വലിയൊരു കൂട്ടം കുരങ്ങന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ രാജാവ് ബലശാലിയും നല്ല ഭരണാധികാരിയുമായിരുന്നു. പുഴക്കരയിൽ വളർന്നു നിൽക്കുന്ന ഒരു മാവ് കുരങ്ങന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാമരം നിറച്ചും തേനൂറുന്ന മാങ്ങകളായിരുന്നു. കുരങ്ങന്മാരുടെ ബുദ്ധിശാലിയായ രാജാവ് എപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു: ഒരു മാങ്ങ പോലും പുഴയിലേക്ക് വീഴാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ ആ മാങ്ങ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് ഒഴുകിയെത്തും. അതെങ്ങാനും മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നാം ഇവിടെ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. അവരാ മാമ്പഴം അന്വേഷിച്ച് ഇവിടെ എത്തുമെന്ന് മാത്രമല്ല, ആ മരം അവരുടേതാക്കാൻ നമ്മളെ വിരട്ടി ഓടിക്കുകയും ചെയ്യും. കുരങ്ങന്മാർ സദാ ജാഗ്രത പുലർത്തിക്കൊണ്ടിരുന്നു. പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന ഏതെങ്കിലും കൊമ്പിൽ മൂത്തു പഴുക്കാറായ മാങ്ങ കണ്ടാൽ പ്രത്യേകിച്ചും. പക്ഷേ ഒരു ദിവസം ഒരു നല്ല മൂത്തു പഴുത്ത മാമ്പഴം അവരറിയാതെ തന്നെ പുഴയിലേക്ക് വീണു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന മാമ്പഴം ഒഴുക്കിൽപ്പെട്ട് അക്കരയെത്തി. കൊട്ടാരത്തിലെ അലക്കുകാരൻ അവിടെ നിന്നുകൊണ്ട് തുണി അലക്കുകയായിരുന്നു. അയാൾ ആ മാമ്പഴം കണ്ടു. മാമ്പഴത്തിന്റെ അസാധാരണമായ രുചി അയാൾ അറിഞ്ഞു. ആ മാമ്പഴം രാജാവിന് കാണിക്കയായി നൽകാൻ അയാൾ തീരുമാനിച്ചു. മഹാരാജാവേ, ഈ പഴുത്ത സ്വർണ്ണ നിറമുള്ള മാമ്പഴം കാട്ടിലെ അരുവിക്കരയിൽ നിന്ന് കിട്ടിയതാ. തികച്ചും അസാധാരണമായ ഈ മാമ്പഴം അങ്ങയ്ക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. രാജാവ് മാമ്പഴം രുചിച്ചു നോക്കി. അത്രയും മധുരമുള്ള ഒരു മാമ്പഴം അദ്ദേഹം അതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത്തരം ധാരാളം മാമ്പഴം വേണമെന്ന് തോന്നി. അദ്ദേഹം ചിന്തിച്ചു, അലക്കുകാരൻ ഈ മാങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണല്ലോ കണ്ടത്. തീർച്ചയായും ഇത് അക്കരെ നിന്നും ഒഴുകിയെത്തിയതായിരിക്കണം. അതുകൊണ്ട് ആ മാമരം പുഴയുടെ മറുകരയിലുള്ളത് തന്നെ. അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഏതാനും ഭടന്മാരെയും കൂട്ടിക്കൊണ്ട് വഞ്ചിയിൽ മറുകരയിലേക്ക് തിരിച്ചു. വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറുകരയിലുള്ള മാമരം അവർ കണ്ടു. രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. ഇനി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മാമ്പഴം തിന്നാമല്ലോ. അതേസമയം മനുഷ്യർ വഞ്ചിയിലെത്തിയത് ചില കുരങ്ങന്മാർ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മനുഷ്യർ വരുന്നുണ്ടെന്ന കാര്യം കുരങ്ങന്മാർ ഓടിച്ചെന്ന് അവരുടെ രാജാവിനോട് പറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് ഉടനെ തന്നെ സ്ഥലം വിടണം. വള്ളികളിൽ തൂങ്ങിയാടി മറുകരയിൽ എത്തണം. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി മറുകരയിൽ എത്തിയതിനു ശേഷം ഞാനും പുറകെ വരാം. പറഞ്ഞത് മനസ്സിലായല്ലോ? എല്ലാ കുരങ്ങന്മാരെയും പുഴ കടക്കാൻ രാജാവ് സഹായിച്ചു. എല്ലാവരും സുരക്ഷിതരായി മറുകരയിൽ എത്തിയെന്ന് ഉറപ്പായ ഉടനെ രാജാവും പുഴ കടക്കാൻ തയ്യാറെടുത്തു. എല്ലാ കുരങ്ങന്മാരും രാജാവിനെയും കാത്തു മറുകരയിൽ നിൽക്കുകയായിരുന്നു. രാജാവിന്റെ ശരീരഭാരം താങ്ങാനുള്ള കരുത്ത് ആ കയറിനുണ്ടായിരുന്നില്ല. കയറ് പൊട്ടി വീണതും കുരങ്ങന്മാരുടെ രാജാവ് പുഴയിലേക്ക് വീണു. രാജാവ് വെള്ളത്തിൽ വീഴുന്നത് കണ്ടതും കുരങ്ങന്മാരെല്ലാം സഹായം അഭ്യർത്ഥിച്ച് കരയാൻ തുടങ്ങി. മനുഷ്യരാജാവ് വഞ്ചിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രജകളെയെല്ലാം കുരങ്ങൻ രാജാവ് സുരക്ഷിതമായി പുഴ കടത്തിയത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. വെള്ളത്തിൽ വീണ കുരങ്ങൻ രാജാവിനെ രക്ഷിക്കാൻ മഹാരാജാവ് ഭടന്മാരോട് ആവശ്യപ്പെട്ടു. കുരങ്ങൻ രാജാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, താങ്കളുടെ ഉത്തരവാദിത്വ ബോധം വളരെ പ്രശംസനീയം തന്നെ. പ്രജകളെല്ലാവരും ഇപ്പോൾ മറുകരയിൽ സുരക്ഷിതരാണ്. താങ്കൾ ക്ഷീണിതനാണല്ലോ. കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിൽ വന്ന് വിശ്രമിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വന്നാലും. മഹാരാജൻ, അങ്ങയുടെ ക്ഷണത്തിന് നന്ദി. പക്ഷേ എനിക്ക് വരാനാവില്ല. എന്റെ പ്രജകളോടൊപ്പമാണ് ഞാൻ ഇരിക്കേണ്ടത്. അവരോടൊപ്പം ഞാൻ ഉണ്ടാവണം. നിങ്ങൾ വളരെ മഹാനായ രാജാവാണ്. രാജാവിന് പ്രജകളോടുണ്ടായിരിക്കേണ്ട കടമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം.
ഞാനും ഒരു രാജാവാണ്. നിങ്ങളെയോ പ്രജകളെയോ ബുദ്ധിമുട്ടിക്കില്ല. സ്വർണ്ണ മാങ്ങകൾ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നത്. ഇനി എന്തായാലും ഞാൻ ആ മാങ്ങകൾ തൊടില്ല, അത് തീർച്ച. ഇത് അങ്ങയുടെ സാമ്രാജ്യമാണ്. ഞാനൊരു ദ്രോഹവും ചെയ്യില്ല. അങ്ങ് പ്രജകളോടൊത്ത് സസുഖം ഇവിടെ വാണുരളിയാലും. ജീവൻ രക്ഷിച്ചതിനും സാമ്രാജ്യത്തോട് സൗഹൃദം കാണിച്ചതിനും വളരെ നന്ദി. സുഹൃത്തുക്കളെ സമ്മാനം കൊടുത്തേ ഞാൻ മടക്കി അയക്കാറുള്ളൂ. ദയവായി ഈ സ്വർണ്ണ മാമ്പഴങ്ങൾ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലും. എല്ലാ വർഷവും ഈ വിശിഷ്ട മാമ്പഴങ്ങൾ ഞാൻ അങ്ങേക്ക് കൊടുത്തയക്കുന്നതായിരിക്കും. നമ്മുടെ സൗഹൃദം എന്നെന്നും നിലനിൽക്കണം. കൊട്ടാരം ജീവനക്കാർ ആ മാമ്പഴങ്ങളും വാങ്ങി യാത്ര തിരിച്ചു. കുരങ്ങന്മാർ കാട്ടിൽ സ്വൈരമായി ജീവിതം നയിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ആ കുരങ്ങൻ എന്തുമാത്രം കുലീനമായാണ് പെരുമാറിയതെന്ന് കണ്ടില്ലേ? സ്വന്തം പ്രജകളോടുള്ള അതിന്റെ സ്നേഹം കണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരോട് പെരുമാറേണ്ടത്. ഈ കഥയുടെ സാരം, ലോകത്തിലെ എല്ലാവരോടും ദയ കാണിക്കുക.